ഞാനിവിടെ പറയാൻ പോകുന്ന വിഷയം ഫിഷർ എന്ന രോഗത്തെക്കുറിച്ചാണ്. ഫിഷർ എന്ന രോഗം അത്ര വലിയൊരു രോഗമല്ല, പക്ഷേ രോഗിയെ വളരെ ബുദ്ധിമുട്ടിക്കുന്നതും വളരെ വേദനയുള്ളതുമായ ഒരു കണ്ടീഷനാണ് ഫിഷർ. ഇതെന്ന് പറയുന്നത് കൂടുതലായി കണ്ടുവരുന്നത് ചെറുപ്പക്കാരിലാണ്. ചെറുപ്പക്കാരിലും കൊച്ചുകുട്ടികളിൽ അധികം കാണത്തില്ല, പ്രായമായവരിലും വളരെ കുറച്ച് ശതമാനമേ കാണാറുള്ളൂ. പക്ഷേ പ്രായമായവർ കാണുന്നത് ക്രോണിക് ഫിഷറാണ്. ചെറുപ്പക്കാരിൽ അക്യൂട്ട് ഫിഷർ കാണുന്നത് കൂടുതൽ ചെറുപ്പക്കാരിലാണ്. ഇതിൻ്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ ആദ്യം മലബന്ധം, അതിൻ്റെ കൂടെ മലത്തിൽ പറ്റി രക്തം പോവുക. ഇതാണ് കൂടുതലായി നമ്മൾ ഫിഷറിൽ കാണുന്നത്. അപ്പം രക്തം കാണുമ്പോൾ എല്ലാവരും പേടിക്കും, പൈൽസ് ആണോ എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാം. പക്ഷേ പൈൽസ് അല്ല. ഫിഷർ എന്ന് പറയുന്നത് നമ്മുടെ മലദ്വാരത്തിലുണ്ടാകുന്ന ഒരു മുറിവാണ്. അത് ചെറിയ മുറിവല്ല, വലിയ മുറിവ്, ഒരു വര പോലത്തെ ഒരു മുറിവ്. ആ മുറിവ് ഉണ്ടാകുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ മലം കട്ടിക്ക് പോകുമ്പോഴാണ് നമ്മുടെ മലദ്വാരത്തിൻ്റെ തൊലികൾ കീറുന്നതാണ് ഈ ഫിഷർ എന്ന് പറയുന്നത്. ഈ മുറിവ് ഉണ്ടായതുകൊണ്ട് തന്നെ ഇതിന് വളരെ വേദനയുമാണ്. ചെറുപ്പക്കാർക്ക് ഇത് ഇരിക്കാൻ ബുദ്ധിമുട്ട് കാണും. വേദനയാണ് ഇതിൻ്റെ പ്രധാന പ്രശ്നം. അപ്പം മലം പോയിക്കഴിഞ്ഞ് ഭയങ്കര വേദനയും നീറ്റലുമാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണം. ഇതെന്ന് പറയുന്നത് മലം മൊത്തം കട്ടിക്ക് പോകണമെന്നില്ല. ആദ്യം പോകുന്ന മലം കുറച്ച് കട്ടിക്ക് പോയാൽ തന്നെ ഫിഷർ ഉണ്ടാകാം. ഒരു 18 മുതൽ 25 വയസ്സ് വരെ ഉള്ളവരിലാണ് കൂടുതലായി കാണുന്നത്. നടുവേദനയും ചിലപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ കാണാം. ഇത് ട്രീറ്റ് ചെയ്യാതിരുന്നാൽ ഇത് ഫിഷർ വരും, അത് പിന്നെ മലം ലൂസാകുമ്പോൾ അതങ്ങ് ഉണങ്ങും, പിന്നെയും വരും, പിന്നെയും ഉണങ്ങും. അങ്ങനെ വന്നാൽ ഇതൊരു ക്രോണിക് ഫിഷറായിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ചികിത്സ കുറച്ചും കൂടെ പാടാകും. അപ്പോൾ ഇതിന് ആയുർവേദത്തിൽ വളരെ എഫക്റ്റീവായ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അതിൽ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യുന്നത് ഇൻഫിൽട്രേഷൻ, മുറിവെണ്ണ വയ്ക്കുക എന്നുള്ളത്. ഇൻഫിൽട്രേഷൻ ആണ് ആദ്യം ചെയ്യുന്നത്. അത് ചെയ്യുമ്പോൾ ഡയറക്റ്റ് അതിന് മെഡിസിൻ എത്തുമ്പോൾ അതിന് ഒത്തിരി ആ നീരും ഒക്കെ മുറിവ് ഉള്ളതുകൊണ്ടാണ് അവിടെ അത്രയും വേദന വരുന്നത്. അത് ഉടനെ തന്നെ അത് കുറഞ്ഞു കിട്ടും. അപ്പോൾ അതിൻ്റെ വേദന കുറയുമ്പോൾ തന്നെ പിന്നെ മലം അയഞ്ഞു പോകാനുള്ള മരുന്നുകൾ കൊടുത്താൽ തന്നെ മതിയാവും ചെറുപ്പക്കാരിൽ ഇത് മാറാൻ. പക്ഷേ പ്രായമായവരിൽ ഫിഷർ വരുന്നത് മിക്കവാറും ക്രോണിക് ഫിഷേഴ്സ് ആയിരിക്കും. അതിന് കുറച്ചുകൂടെ നമ്മൾ മരുന്നുകൾ കൊടുക്കേണ്ടി വരും. അതങ്ങനെ പെട്ടെന്ന് മാറത്തില്ല. ഷുഗറൊക്കെ ഉള്ളവർക്കാണെങ്കിൽ കുറച്ചുകൂടെ പാടായിരിക്കും. ഇത് ക്രോണിക് ആവും തോറും കുറച്ച് ചൊറിച്ചിൽ, പഴുപ്പ്, അങ്ങനെ കുറച്ച് ഇതിൻ്റെ കൂടെ ആഡ് ഓൺ സിംറ്റംസ്, കുറച്ചുകൂടെ ലക്ഷണങ്ങൾ കാണാം. അപ്പം അതിന് നമ്മൾ അതിൻ്റേതായ ചികിത്സയും കൂടെ ഇതിൻ്റെ കൂടെ ചെയ്യേണ്ടി വരും. ചെറുപ്പക്കാരിൽ ഇത് ഏകദേശം ഒരാഴ്ച 2-3 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് തന്നെ വ്യത്യാസം വരും. പിന്നെ ഷുഗറൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് മുറിവ് ഉണങ്ങുകയും ചെയ്യും. പിന്നെ ഇതിന് 6 ബാത്ത് വളരെ നല്ലതാണ്. ഇതിനും നമ്മൾ മലം മുറുകാതെ നോക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനമായ നിദാന പരിവർജനം. അതായത് അതിൻ്റെ കാരണം മാറ്റുക എന്നുള്ളത് മലം മുറുകാതിരിക്കാൻ നോക്കുക എന്നുള്ളതാണ്. അതിന് ഏറ്റവും നല്ലത് ചെറുപ്പക്കാരിൽ വരുന്നതുകൊണ്ട് തന്നെ കൂടുതലായി വെള്ളം കുടിക്കുക, പഴവർഗ്ഗങ്ങൾ അധികം കഴിക്കുക, മലം മുറുകുന്നതായ ഭക്ഷണങ്ങൾ, അതായത് ഈ ചിക്കൻ പോലുള്ള ഭക്ഷണങ്ങൾ കുറയ്ക്കുക. ഈ ഒത്തിരി ഇത് കഴിക്കുമ്പോഴൊക്കെയാണ് ഇത് വരുന്നത്. അത് പൂർണ്ണമായി ഒഴിവാക്കാൻ ഞാൻ പറയില്ല, പക്ഷേ സ്ഥിരം കഴിക്കുന്നത് ഒഴിവാക്കുക, വല്ലപ്പോഴുമൊക്കെ ആക്കുക.